പിന്നെ ചേട്ടാ എന്റെ ഒരു കൂട്ടുകാരിയുണ്ടേ ഷൈനി എന്റെ അടുത്ത് പറഞ്ഞേ കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണുന്നു. കണ്ണി കണ്ടവര് അല്ല ഏട്ടാ കണ്ണി കൊണ്ടവരെ. കണ്ണിൽ എന്തോ ഉണ്ടല്ലോ. അല്ല കണ്ണിൽ എന്തോ ഉണ്ട് ഏട്ടാ. അല്ല അങ്ങനെ എന്തോ ഉണ്ടല്ലോ കണ്ണി. കണ്ണി കണ്ട ദൈവം ഭർത്താവ്. കണ്ട ദൈവം. നിന്റെ 1 ലക്ഷം ഉണ്ടെന്ന് കേട്ടല്ലോ ഞാൻ. 1 ലക്ഷം? എന്റെ 20 രൂപയുള്ളൂ. നോക്ക് നീ. 20 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ഇത്രയും പ്രായമായിട്ടും ഇന്നേ വരെ ഞാൻ ബെക്കാഡിയോ MHO ശിവാശ്രൈകളോ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. നമുക്ക് നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വിളിച്ചു വിടണം. ഓക്കെ? അയ്യോ രാവിലെയോ? രാവിലെ പറ്റില്ല, രാത്രി വിളിച്ചോടാം. അതാകുമ്പോ ആരും കാണത്തില്ലല്ലോ. അയ്യോ രാത്രിയോ? രാത്രി പറ്റില്ല, രാത്രി കോക്കാച്ചി പിടിക്കും. അവിടെ പട്ടി. അമ്മേ ഇന്ന് രാത്രി എന്താ കഴിക്കാനുള്ളത്? രാത്രി എന്താ കഴിക്കാനുള്ളതെന്ന് നീ കണ്ടതല്ലേ? ഉച്ചക്ക് നീ കഴിച്ചു തന്നെ ഇവിടെ രാത്രി കഴിക്കാനുള്ളത്, അല്ലാതെ പിന്നെ എന്തുവാ? ആണോ? എന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? രാത്രി നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? അമ്മേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അൽഫാം ഓർഡർ ചെയ്താലോ? കണ്ടോ തുടങ്ങി അവൾക്ക് ഇവിടെ വെക്കുന്ന ഭക്ഷണം ഒന്നും പോരാഞ്ഞിട്ടാ ചുമ്മാ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി തിന്നുന്നത്. ഇപ്രാവശ്യം കൂടി മാത്രം അമ്മേ പ്ലീസ്. ഇന്നാൾ കൂടി അല്ലേ നീ ഇതേപോലെ പറഞ്ഞ് വാങ്ങിച്ചു കഴിച്ചത്? പൈസ അങ്ങ് കടന്ന് മറിച്ച് ഒക്കെ വാങ്ങി അങ്ങ് തീർക്കുക. എന്താ വേണ്ട? പക്ഷെ എന്തൊരു കഷ്ടമാണ് നോക്കണേ. നീ എന്തോ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നില്ലേടി? അമ്മയല്ലേ പറഞ്ഞ് വാങ്ങണ്ടെന്ന്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് വാങ്ങു വെച്ചേ. ഇവിടെയുള്ള ചോറും കറി നീ കഴിക്കുവോ? ഇല്ല. എന്നാ ഓർഡർ ചെയ്യട്ടെ. എന്നോടാണോ ചോദിക്കുന്നത്? നിനക്കല്ലായിരുന്നു ആഗ്രഹം. എന്താന്ന് വെച്ചാ ചെയ്യ, എന്നോട് ചോദിക്കണ്ട. താങ്ക് യു മമ്മി. എനിക്ക് വയ്യ. എന്തുവാടി വാങ്ങിയേ? അൽഫാമും കുബൂസും. കുറച്ച് എനിക്ക് കൊടുത്താ. അമ്മയ്ക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞേ? വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നീ അങ്ങ് കഴിക്കുവോ? കുറച്ച് ഇങ്ങോട്ട് ഇട്. കഷ്ണം ചെറുതായി പോയല്ലയോ? അത് ശരി. പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട. അവര് റീചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസം നമുക്ക് എല്ലാ സിനിമയ്ക്കും പോകാലോ. ഐസ്ക്രീം ഫ്രീ ആണ്. പിന്നെ നമുക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ അവർ സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേരും. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാന്നല്ല, ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം. എടീ ഗഫൂറില്ലേ, അവനവന്റെ വീട്ടിൽ ഉത്തരത്തിൽ തൂങ്ങിയെന്ന്. എന്തിന്? അവനവന്റെ കെട്ടിയുള്ള സംശയം. അതിന് ഉത്തരത്തിൽ തൂങ്ങിയ സംശയം മാറുമോ? എന്താടി ഫോണൊന്നും എടുക്കാത്ത? ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യമില്ലാതിരിക്കുക? ആ ഷെഫീഖിന്റെ പെണ്ണും പോകുന്നു വിസിറ്റിങ്ങിനെ കണ്ട്. ഇൻഷാല്ലാ എനക്കും പോരടി. നമ്മൾ ഈ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. നിങ്ങൾ അടുത്ത മാസം കൊണ്ടുപോവാ, പിറ്റത്തെ മാസം കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലായി? സത്യം പറയാൻ മനുഷ്യ ഏതവള്? അവളോ? ഏതിലവള്? നിങ്ങൾ ഒപ്പമുള്ളത് ഫിലിപ്പിനോ അതോ ഇന്തോനേഷ്യോ? ഉഗാണ്ടയാണ്. അല്ലേ? എനിക്ക് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കാണുന്ന വേണ്ട മനുഷ്യ.